ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് കാര്യം നേടാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി തരുന്നത് അതിനോടുള്ള ആഗ്രഹമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യവും സന്തോഷവും ഒക്കെ നിലനിർത്താനായിട്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരുടെ സാഹചര്യവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതറിഞ്ഞ് പെരുമാറിയെങ്കിൽ മാത്രമേ സംതൃപ്തി കിട്ടത്തുള്ളൂ. ഏത് കാര്യവും നമുക്ക് നേടിത്തരുന്നത് അതിനോടുള്ള ഒരു ആഗ്രഹമാണ്. ആഗ്രഹത്തിനനുസരിച്ച് സാഹചര്യങ്ങൾ ഉണ്ടായി വരും, അല്ലെങ്കിൽ ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ദാമ്പത്യത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത് ഏത് കാര്യത്തിലും യുക്തിപരമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ ഒരിടവേള വരുമ്പോൾ പങ്കാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ്. ചിലരാണെങ്കിൽ ഇതിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്, ചിലരാണെങ്കിൽ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്തവരും ഉണ്ട്. എന്തു തന്നെയാണെങ്കിലും വിശപ്പ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണിത്. എന്നിരുന്നാലും സാഹചര്യവശാൽ ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത പങ്കാളികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെടുന്നതിനകത്ത് ഇടവേളകൾ വരും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ഇടവേള കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആവേശമുണ്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും വികാരവും കാമവും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരണമെങ്കിൽ വേറെ ചില കാര്യങ്ങളും ചെയ്യണം. എന്ന് വെച്ചാൽ കാണുന്നില്ലെങ്കിലും എല്ലാ ദിവസവും ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ തുറന്ന് സംസാരിക്കണം, ഹൃദയം തുറന്ന് ചില കാര്യങ്ങളൊക്കെ പറയണം. അതുപോലെ എപ്പോഴും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാൻറ്റസികളുണ്ടല്ലോ രണ്ടു പേരുടെ മനസ്സിൽ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ ലാസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതും പറയാം. സ്ത്രീകളെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ളൊരു സ്നേഹവും കെയറിങ്ങും ഒക്കെ വേണം. എങ്കിൽ മാത്രമേ ഒരു സംതൃപ്തിയുള്ളൂ. ഒരാകർഷണം നിലനിർത്താനായിട്ട് പങ്കാളിക്ക് കഴിയണം. ഈ അവസരത്തിൽ ചിലരെ സംബന്ധിച്ച് സ്വയം ചെയ്യുന്നൊരു ഹാബിറ്റുണ്ട്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാലും ഷെയറിങ്ങിൻ്റെ ആ ഒരു രസമെന്ന് പറയുന്നത് ഒന്ന് വേറെയാണല്ലോ. ചിലർക്കാണെങ്കിൽ സ്നേഹമുള്ളവർ എത്ര അടിച്ചാലും അതൊരു സന്തോഷമാണ്. ഒരു പക്ഷേ എത്ര കന്നിരുന്നാലും മനസ്സുകൊണ്ട് കൂടുതലായിട്ട് അടുപ്പമുള്ളവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആകർഷണമെന്ന് പറയുന്നത് വലിയൊരു ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്കിഷ്ടപ്പെട്ട ചില മെത്തേഡുകളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ കാമം തോന്നുന്ന ചില രീതികളുണ്ട്. അതവർ രഹസ്യമായിട്ട് കൂടുതൽ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫയൽ ബ്രെയിനിൽ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണെങ്കിലും ലാസ്റ്റ് ടൈമിൽ ആ ഒരു രീതി ചെയ്യുന്നതായിരിക്കും നല്ലത്. ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഡോഗി പോസിനോട് ഒരു പ്രത്യേക ക്രേസുണ്ട്. എനിക്ക് തോന്നുന്നു ഫാൻറ്റസി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെത്തേഡാണ്. അവരെ സംബന്ധിച്ച് കുറച്ച് ബോൾഡായിട്ടുള്ള ഫാൻറ്റസിയാണ്. എന്നാൽ പങ്കാളിയെ സംബന്ധിച്ച് അതൊരു വിധേയത്വത്തിൻ്റെ രീതിയാണ്. ഇപ്പം മാനസികമായിട്ട് കുറച്ച് അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ള പങ്കാളികൾക്കാണെങ്കിൽ അറിയാൻ പറ്റും ഏത് രീതിയാണ് ഇഷ്ടമെന്ന്. ഇപ്പം ഏത് രീതിയാണെങ്കിലും അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് നമ്മളതിനകത്തൊരു കംഫർട്ടബിൾ സോൺ കണ്ടെത്തുന്നുണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും അതിനിണങ്ങുന്നുണ്ട്. കാരണം ഓരോരുത്തർക്കും ആത്മവിശ്വാസം കൂടുതലായിട്ട് കിട്ടുന്ന ഒരു പാർട്ടുണ്ട്. ചിലർക്ക് സൗന്ദര്യമായിരിക്കും, ചിലർക്ക് നല്ല ഷേപ്പായിരിക്കും, ചിലർക്ക് വലിപ്പമായിരിക്കും. ഏറ്റവും പ്രധാനം നമുക്ക് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഒരു ഇടവേള കഴിഞ്ഞ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശം കൂടും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു റിലാക്സ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്ത്രീകളെ സംബന്ധിച്ച് പലതരത്തിലുള്ള മാനസിക ചിന്തകൾ നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെ ഈ ഒരു മൂഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തെ ഉയർത്തുക എന്നുള്ളതാണ്. സന്തോഷമുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല ഹോർമോൺസും വേഗം ആക്റ്റീവാകും. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു കാര്യത്തിനകത്ത് കുറച്ച് സമയം കൂടുതൽ വേണ്ടുന്നവരാ. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് സമയം കൂട്ടണേ കൂട്ടാം, കുറയ്ക്കണേ കുറയ്ക്കാം. അത് അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇടവേളയ്ക്ക് മുമ്പുള്ള അവസാനത്തെ ഷെയറിംഗ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. കാരണം ലാസ്റ്റിലത്തെ പെർഫോമൻസ് കൂടുതൽ നാൾ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് പൂർണ്ണമായിട്ടൊരു സംതൃപ്തി കിട്ടാനായിട്ട് രണ്ടുപേരും ബോധപൂർവ്വം ശ്രമിക്കേണ്ടതാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.